നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മാതമംഗലം ജനകീയ ആശുപത്രി പോളിക്ലിനിക് MP ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവനം വ്യവസായമാകുകയാണെന്ന് MP. ഹക്കീം വധം CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതിയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി അപ്പുക്കുട്ട പൊതുവാൾ നീതിയാത്ര ഉദ്ഘാടനം ചെയ്തു. C. കൃഷ്ണൻ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് ആദരം പരിപാടി സംഘടിപ്പിച്ചു. ഉത്തര മലബാറിലെ പ്രധാന കായലായ കൗവായി കായൽ സംരക്ഷണ പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ. രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്താനായി സർവേകൾ പൂർത്തിയാക്കിയിട്ടും കായൽ അവഗണന നേരിടുകയാണ്. കർഷകർക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകി കശുമാവുകൾ പൂത്തു തുടങ്ങി. നിലവിലെ തെളിഞ്ഞ കാലാവസ്ഥ കർഷകർക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ പൂക്കാലം. നല്ല നടന്മാരെ സൃഷ്ടിക്കുന്നത് രചയിതാക്കളെന്ന് ഡോക്ടർ ബിജു. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. മാതമംഗലം ജനകീയ ആശുപത്രി പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. PK ശ്രീമതി ടീച്ചർ MP ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആതുര സേവനം ഇന്നത്തെ കാലത്ത് വ്യവസായമാക്കുകയാണെന്ന് MP. ധർമാശുപത്രി എന്ന് ഒരു കാലത്ത് നമ്മുടെ സർക്കാർ ആശുപത്രിയെ വിളിച്ചിരുന്നു. ധർമാശുപത്രി, ധാർമ്മികമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ധർമ്മം എന്നുള്ള നിലയിൽ ധർമ്മമാണ്, മനുഷ്യന്റെ ധർമ്മമാണ്. രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ധർമ്മമാണ്. അത് സേവനം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഇതൊക്കെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. പക്ഷേ ക്രമേണ ഏറ്റവും കൂടുതൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വ്യവസായം ഏത്? ഹെൽത്ത് ഇൻഡസ്ട്രി. അതിനങ്ങനെയാണ് ഇപ്പൊ പേര് തന്നെ, ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്. സഹകരണ ആശുപത്രി ശക്തി പ്രാപിക്കുന്നതോടെ സ്വകാര്യ ആശുപത്രിയുടെ വിളയാട്ടത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴിയായി പലരും ഇന്ന് ആതുര ശുശ്രൂഷാ രംഗത്തെ കണക്കാക്കുന്നുണ്ട്. ഇത് ആതുര സേവന രംഗത്തെ ആതുര വ്യവസായ രംഗമാക്കി മാറ്റുകയാണെന്നും ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലുള്ള പണക്കൊതി ഈ മേഖലയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ 2 സേവന മേഖലകളും ഇന്ന് വ്യവസായമാക്കി മാറ്റിയെന്നും MP കൂട്ടിച്ചേർത്തു. ഫാർമസി C. കൃഷ്ണൻ MLAയും മെഡിക്കൽ ലാബ് TV രാജേഷ് MLAയും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KV ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൊസൈറ്റി സെക്രട്ടറി KV ഗോപിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV തമ്പാൻ, T. സുലജ, ജില്ലാ പഞ്ചായത്ത് അംഗം K. സത്യഭാമ, KV ദാമോദരൻ, K. അബ്ദുള്ള, KK മൻസൂർ, K. ഉഷാകുമാരി, TI മധുസൂദനൻ, C. സത്യബാലൻ, സുധാകരൻ കാന, AJ തോമസ്, V. ദാമോദരൻ, TV നീലകണ്ഠൻ, TP മഹമ്മൂദ് ഹാജി, RP കുഞ്ഞപ്പൻ, P. ദാമോദർ പൊതുവാൾ എന്നിവർ സംസാരിച്ചു. T. തമ്പാൻ സ്വാഗതവും K. മനോജ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരൻ ഹക്കീം കൊല ചെയ്യപ്പെട്ടിട്ട് 1 വർഷം തികയുന്ന ഫെബ്രുവരി 10-ന് പയ്യന്നൂരിൽ സമരപരമ്പരകൾ അരങ്ങേറുകയാണ്. പയ്യന്നൂർ നഗരത്തിലെങ്ങും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകൾ പതിച്ച പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരാളെ ചുട്ടുകരിച്ച സംഭവത്തിൽ 1 വർഷം തികഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്.
പയ്യന്നൂരിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത സമരങ്ങളിലൂടെ പ്രതിഷേധിക്കും. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 42 ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തിയ ജനകീയ ആക്ഷൻ കമ്മിറ്റി ഗാന്ധി പാർക്കിൽ വൈകുന്നേരം 5 മണിക്ക് ജനങ്ങളുടെ പാർലമെന്റ് നടത്തും. LDF കക്ഷികൾ ചേർന്നുള്ള കർമ്മസമിതി പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണയും പൊതുസമ്മേളനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തും. മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കും. സമരത്തിന്റെ മുന്നോടിയായി പയ്യന്നൂരിൽ വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. പ്രകടനവും നീതിയാത്രയും ഇതിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹക്കീം വധം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നീതിയാത്രയ്ക്ക് പെരുമ്പയിൽ തുടക്കമായി. യാത്ര സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. അതാണ് യഥാർത്ഥ ജനാധിപത്യം. ഹക്കീമിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിലെത്തിക്കാത്ത ഭരണകൂട അനാസ്ഥയ്ക്കെതിരെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഫെബ്രുവരി 8, 9 തീയതികളിലായി നീതിയാത്ര നടത്തുന്നത്. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച നീതിയാത്ര കോറോം, മുതിയലം, മുത്തത്തി, കാനായി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്ന് തായ്നേരിയിൽ സമാപിക്കും. 9-ന് കൗവായിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സമീപത്തെ നീതിവൃക്ഷത്തിനരികിൽ സമാപിക്കും. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും കൃഷിവകുപ്പും കടന്നപ്പള്ളി കാർഷിക കർമ്മസേനയും കൈകോർത്ത് നടപ്പിലാക്കുന്ന ഹരിത സാന്ത്വനം പദ്ധതിക്ക് പിലാത്തറ ഹോപ്പിൽ തുടക്കമായി. TV രാജേഷ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹരിത സാന്ത്വനം ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ലക്ഷ്യം ഹോപ്പ് സെന്ററിലെ അന്തേവാസികൾക്ക് വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചു നൽകി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം കടന്നപ്പള്ളി പഞ്ചായത്തിന് ആവശ്യമായ നല്ലയിനം ജൈവനടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുൽപാദന കേന്ദ്രവും ആക്കുക എന്നതാണ്. TV രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമിതമായ വിളവെടുപ്പിന് വേണ്ടി കൃഷിയിൽ നല്ലതൊരു രാസവളം പ്രയോഗിക്കും. അതോടൊപ്പം തന്നെ മാരകമായ കീടനാശിനികൾ സ്പ്രേ ചെയ്യും. വിളവെടുത്തു കഴിഞ്ഞാൽ ഗോഡൌണുകളിൽ ആഴ്ചകളും മാസങ്ങളോളം പച്ചക്കറി കേടുകൂടാതിരിക്കാൻ. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷയായി. കടന്നപ്പള്ളി കൃഷി ഓഫീസർ റൂബി ജാനറ്റ് ജോണി പ്രൊജക്ട് വിശദീകരണം നടത്തി. KS ജയമോഹനൻ, M ശങ്കരൻ, MV രാജീവൻ, TV മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉത്തര മലബാറിലെ പ്രധാന കായലായ കൗവായിക്കായൽ സംരക്ഷണ പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ. രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്താനായി സർവേകൾ പൂർത്തിയാക്കിയിട്ടും കായലിനെ അവഗണിക്കുകയാണ്. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ എന്തുകൊണ്ടും ഉൾപ്പെടാൻ അർഹതയുള്ള കൗവായിക്കായലിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനിശ്ചിതമായി നീളുകയാണ്. ജൈവസമ്പന്നതയും ചരിത്രപരമായ പ്രത്യേകതകളും കൗവായിക്കായലിനെ കേരളത്തിന്റെ കായൽ ഭൂപടത്തിൽ വേറിട്ടതാക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കൗവായിക്കായൽ വലുപ്പത്തിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ്. ഏഴിമല തൊട്ട് നീലേശ്വരം വരെ 37 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കായലിനെ 12 ചതുരശ്ര കിലോമീറ്റർ അനുബന്ധ പ്രദേശം കൂടിയാണ്. അപൂർവമായ കണ്ടൽക്കാടുകൾ, ദേശാടന പക്ഷികളടക്കമുള്ള 100 കണക്കിന് പക്ഷികൾ, 70ഓളം ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ, ജലസസ്യ ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം കൗവായി കായലിൻ്റെ പ്രത്യേകതയാണ്. ഉത്തര മലബാറിൻ്റെ ഏറ്റവും വലിയ കായൽ കൂടിയായ ഇവിടെ കായൽ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതയും തുറന്നിടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതൊരിക്കലും അവഗണിക്കപ്പെട്ടുകൂടാ. ഇത് തെക്കൻ കേരളത്തിലല്ലാത്തത് കൊണ്ട്, മലബാറിലെ വടക്കേ അറ്റത്തായതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ഇതിനോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ്. ഇതിനെതിരെ ഇപ്പോൾ നമുക്കൊന്നും പ്രക്ഷോഭങ്ങളോ മറ്റൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് അധികാരികൾ അറിഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധയാകർഷിപ്പിക്കേണ്ടത് അധികാരികളാണ്. അനധികൃത മണൽവാരൽ, കയ്യേറ്റങ്ങൾ, മലിനീകരണം തുടങ്ങിയ നശീകരണ പ്രവർത്തനങ്ങൾ കായലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിലാണ് സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നത്. 2012 പയ്യന്നൂർ നഗരസഭയുടെ വിവിധ സർവേകളും സെമിനാറും നടത്തി. തുടർന്ന് CWRDM കായലിനെ സംബന്ധിച്ച് പഠനം നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 290 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. പദ്ധതി മുഖ്യമന്ത്രിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലായിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതി നടപ്പിലാക്കാനോ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞതുമില്ല. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ കായൽ, ജൈവസമ്പന്നതയുടെ കലവറ, കൗവായിക്കായലിൻ്റെ വിശേഷണങ്ങൾ ഒട്ടനവധിയാണ്. ഇന്ന് കയ്യേറ്റങ്ങളും മണലെടുപ്പും കായലിനെ നാശത്തിൻ്റെ വക്കിലേക്ക് തള്ളിവിടുകയാണ്. കായലിനെ സംരക്ഷിക്കാനുള്ള രാംസർ സൈറ്റ് പോലുള്ള പദ്ധതികൾ കടലാസിലൊതുങ്ങുകയാണ്. ഇതൊക്കെ കായലിനെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയെന്ന് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കൗവായിക്കായലിൽ നിന്നും T ബാബു, പഴയങ്ങാടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ സെക്രട്ടറി NB അജയൻ ഉദ്ഘാടനം ചെയ്തു.
സി കരുണാകരൻ അധ്യക്ഷനായിരുന്നു. കെ വി സുധാകരൻ, കെ ഡി സുരേന്ദ്രൻ, പി ലത, ജ്യോതിഷ് കുമാർ, കെ വി രമേശൻ എന്നിവർ പ്രസംഗിച്ചു. സഹകരണ മേഖലയെ തകർക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കുക, കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയവ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. സി കൃഷ്ണൻ MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ഇൻസൈറ്റിന്റെ പ്രതിഭാമണ്ഡലം പരിപാടി പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ നടന്നു. സി കൃഷ്ണൻ MLA വിവിധ മണ്ഡലങ്ങളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള, കായികമേള എന്നിവയിൽ സമ്മാനാർഹരായ പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രതിഭകളെയാണ് പ്രതിഭാമണ്ഡലം പരിപാടിയിലൂടെ ആദരിച്ചത്. സി കൃഷ്ണൻ MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. GD നായർ, പ്രൊഫസർ സുകുമാരൻ, പ്രൊഫസർ നാരായണൻ, സരിൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി കശുമാവുകൾ പൂത്തു തുടങ്ങി. ജില്ലയിലെ പ്രധാന കാർഷിക വിളയായ കശുവണ്ടി കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായി കുറഞ്ഞു വരികയാണ്. റബ്ബറിന്റെ കടന്നാക്രമണവും കശുവണ്ടിയുടെ വിലയിടവും കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. എങ്കിലും തോട്ടങ്ങളിൽ പൂക്കൾ വിരിയുമ്പോൾ കർഷകരുടെ മനസ്സും തെളിയുന്നു. ഇപ്പോഴുള്ള തെളിഞ്ഞ കാലാവസ്ഥയും തുടർന്നാൽ നല്ല വിള കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പലരുടെയും ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ തിട്ടപ്പെടുത്തുന്നത് കശുവണ്ടിയുടെ ഉൽപ്പാദനവും വിലയും തിട്ടപ്പെടുത്തിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും നേരത്തെയാണ് ഇത്തവണ കശുമാവുകൾ പൂത്തത്. കശുമാവുകൾ പൂക്കുമ്പോഴുള്ള രാത്രിയിലെ മഞ്ഞും പകലത്തെ തെളിഞ്ഞ കാലാവസ്ഥയും കായ്ബലം കൂടുവാൻ ഇടയാക്കുമത്രേ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കർഷകർ. സംസ്ഥാനത്ത് ഏറ്റവും ഗുണമേന്മയുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കശുവണ്ടിക്ക് ഉയർന്ന വിലയും ലഭിക്കുന്നുണ്ട്. കശുമാവിന്റെ രോഗബാധ മൂലം കഴിഞ്ഞ 10 വർഷം മുൻപുണ്ടായിരുന്നതിന്റെ 40% തോട്ടങ്ങളും മറ്റു കൃഷികൾക്ക് വഴിമാറി. വില സ്ഥിരതയില്ലാത്തതും കർഷകരെ പിന്തിരിപ്പിക്കുന്നതായാണ് രാമന്തളിയിലെ കർഷകനായ മോഹനൻ പറയുന്നത്. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ സാമാന്യം നല്ല വിളവും വിലയും കശുവണ്ടി കർഷകർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് വേനൽമഴ തുടങ്ങിയതോടെ വില കുത്തനെ ഇടിയാൻ കാരണമായി. കശുമാങ്ങയുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പാദന നിർമ്മാണത്തിനും സർക്കാർ ബൃഹത്തായ പദ്ധതികൾ ഉണ്ടാക്കിയാൽ ഈ മേഖലയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. കശുവണ്ടി സംഭരണം വേണമെന്നതും കർഷകരുടെ ആവശ്യമാണ്. സംഭരണമില്ലാത്തതും കുറഞ്ഞ വിലയുമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് കശുവണ്ടി കേരളത്തിന് പുറത്തേക്കും കടത്താനും ഇടയാക്കുന്നു. ഇപ്രാവശ്യം മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വിളവെടുപ്പിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ അത് കൃഷിക്കാരനെ സംബന്ധിച്ചിട്ട് വിളവെടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുരുമുളക് ആയാലും ശരി, എനിക്ക് കശുവണ്ടി ആയാലും ശരി, അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് അത് വില കുറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ പൊതുവേ ഉള്ളതാണ്. അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെ കിട്ടാൻ വിളവ് എടുത്തിട്ട് അത് ന്യായമായ വില കിട്ടാൻ കൃഷിക്കാരന് കിട്ടലില്ല. അന്നേരം വില കുറയും, ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇവിടെ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. അധ്വാനഭാരം കുറവായതിനാൽ ആരും കശുമാവിനെ പൂർണ്ണമായി കൈയൊഴിയാൻ ഇടയാക്കിയില്ല. ഇവയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേരുണ്ട്. 1 കിലോഗ്രാമിന് 60 രൂപ ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേതിന്റെ ഇരട്ടി വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകരുടെ മുഖത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സമൂഹത്തിലെ കൂട്ടായ പ്രവർത്തനങ്ങൾ ചിതറിപ്പോവുകയും ചെറുസംഘങ്ങളായി മാറിപ്പോവുകയും ചെയ്ത അവസ്ഥയിലാണ് സമൂഹം വ്യക്തികളിലേക്ക് ആശ്വാസം തേടിത്തിരിഞ്ഞതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സതീഷ് ബാബു പയ്യന്നൂർ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊരു വ്യക്തിയിൽ നമ്മൾക്ക് എന്തോ സന്തോഷം കണ്ടെത്തുന്നു, സമാധാനം കണ്ടെത്തുന്നു, സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു, വിശ്വാസം കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കുന്നു. അവരിലൂടെ നമുക്ക് പുതിയ ലോകത്തെത്തിപ്പെടാമെന്ന് നമ്മൾ കരുതുന്നു. അത് ഒരു എല്ലാ കാലഘട്ടത്തിലുള്ള പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് വർക്കിന് പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നുന്നൊരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തികളിലെ വിശ്വാസം, ഒറ്റപ്പെട്ട ചില വ്യക്തികളിൽ വിശ്വാസം വർദ്ധിക്കുകയും സമൂഹത്തിൻ്റെ കൂട്ടായ ചില പ്രവർത്തനങ്ങൾ ചതിരിപ്പോവുകയും ചെറു സംഘങ്ങളായി മാറുകയും ചെയ്തപ്പോൾ അതിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഈ ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ പിറകെ പോവുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് നമുക്ക് പല രാഷ്ട്രീയ നേതാക്കളിലൂടെ നമുക്കത് കണ്ടറിഞ്ഞതാണ്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും VS അച്യുതാനന്ദനിൽ ഒരു അർപ്പിക്കപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം കണ്ടറിഞ്ഞു. അദ്ദേഹത്തിന് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടമായപ്പോൾ, അദ്ദേഹത്തെ ആറ്റി നിർത്തിയപ്പോൾ ജനങ്ങളുടെ ഒന്നിച്ചുള്ള പ്രേരണയാണ് അദ്ദേഹത്തെ ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അതേസമയം ഇപ്പോൾ നമുക്ക് സമകാലിക രാഷ്ട്രീയത്തിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്നത് മോദിയാണ്.
മോദിയിലൂടെ നമുക്ക് എന്തോ പുതിയ നഷ്ടപ്പെട്ടു പോയ ഭാരതം വീണ്ടെടുക്കാമെന്ന് നാം പ്രത്യാശിക്കുന്നു. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾ, എക്സിറ്റ് പോളുകൾ പറയുന്നത് ഡൽഹിയിലെ മോദിയുടെ മൂക്കിന് താഴെ ഈ 6 മാസം കൊണ്ട് സംഭവിക്കുന്ന ചലനങ്ങളെക്കുറിച്ച്, ഡൽഹി രാഷ്ട്രീയം മാറി ചിന്തിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ മോദി വിട്ട് നമ്മൾ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പോലെയുള്ള ആൾക്കാരിലേക്ക് വീണ്ടും നമ്മൾ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ വ്യക്തിയെ വിശ്വസിക്കുകയും വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പെട്ടെന്ന് വിശ്വാസം തോന്നുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു പ്രതിഭാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ മാധ്യമ നിയമകാര്യ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC രജത ജൂബിലി സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാഷ്ട്രീയ മാധ്യമ നിയമകാര്യങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. നല്ല സമയങ്ങളെല്ലാം ഇപ്പോൾ ജ്യോതിഷന്മാരെ കണ്ടെത്തുന്നത് ഞായറാഴ്ചയിലാണ്. വിവാഹവും ഗൃഹപ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ അവർക്ക് അല്പം എന്തെങ്കിലും കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടതെന്ന് ഒരു പ്രശ്നത്തിൽ അനുകൂലമായി വിധി വരുമ്പോൾ നിയമവ്യവസ്ഥ നല്ലതെന്ന് പറയുകയും എതിരായി വിധി വന്നാൽ മോശമെന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP കുഞ്ഞിക്കണ്ണൻ അഭിപ്രായപ്പെട്ടു. സതീഷ് ബാബു പയ്യന്നൂർ വിശിഷ്ടാതിഥിയായിരുന്നു. VV നാരായണ വാര്യർ സെമിനാറിൽ അധ്യക്ഷനായി. AP നാരായണൻ, അഡ്വക്കേറ്റ് KV ഗണേശൻ, K ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VV ശ്രീനിവാസൻ, സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൈതപ്രം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മധു കൈതപ്രം അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതിനുശേഷം ഈ 10-15 കൊല്ലക്കാലത്തിനിടയിൽ ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും എനിക്ക് തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഞാൻ വളരെ ദുഃഖം സഹിച്ചിട്ടുണ്ട്. ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് AK ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. CV ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ PK കൃഷ്ണൻ, സംവിധായകൻ സന്തോഷ് മണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. V നാരായണൻ നമ്പൂതിരി, MV ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ഏകാന്തം സിനിമാ പ്രദർശനവും നടന്നു. MSF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവാഗത റാലി സംഘടിപ്പിച്ചു. മുസ്തഫ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. IUML ജില്ലാ പ്രവർത്തക സമിതി അംഗം SKP സക്രിയ, ജാഥ ക്യാപ്റ്റൻ സഫ്വാന് പതാക കൈമാറി. മണ്ടൂരിൽ നിന്നും ആരംഭിച്ച റാലി പിലാത്രയിൽ സമാപിച്ചു. നിരവധി പേർ റാലിയിൽ അണിനിരന്നു. തായ്നേരി ശ്രീ വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളെ ആദരിച്ചു. കേരള പൂരക്കളി അക്കാദമി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു. 2004 ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവാർഡ് കിട്ടി. കുവൈത്തിൽ ഒരു സംഘടന പൂരക്കളിയിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ TV കരുണാകരൻ പണിക്കരെയും മാപ്പിള കലാരൂപത്തിൽ അവാർഡ് നേടിയ അസീസ് തായ്നേരിയുമാണ് അനുമോദിച്ചത്. വെള്ളാരങ്കര ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് VV മുരളീധരൻ അധ്യക്ഷനായിരുന്നു. സുധീന്ദ്രൻ, ബാലൻ കോറോം എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരനാണ് നടന്റെ പ്രതിഭയെ പുറത്തുകൊണ്ടുവരുന്നതെന്ന് ചലച്ചിത്ര സംവിധായകൻ ബിജു. പഴയകാല സംവിധായകന്മാരെ അപേക്ഷിച്ച് പുതിയകാല നടന്മാർക്ക് ശക്തമായ കഥാപാത്രങ്ങളെ കിട്ടാത്തതാവാം അവരുടെ പ്രതിഭാ ദാരിദ്ര്യത്തിന് പിന്നിലെന്ന് ഡോക്ടർ ബിജു. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നടന്മാരുടെ പ്രതിഭകളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മളതിനകത്ത് നമ്മുടെ ഒരു പ്രശ്നം, നടന്മാരുടെ പ്രതിഭകൾ എഴുത്തുകാരുടെ പ്രതിഭയാണ്. എഴുത്തുകാരാണ് നടന്മാർക്ക് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഴുത്തുകാർ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ ചലഞ്ചിങ്ങായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ എഴുത്തുകാർ അത്രയ്ക്ക് ശക്തമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാവാം ആ രൂപത്തിൽ നമുക്ക് അവരുടെ ഒരു പ്രതിഭ അളക്കാൻ പറ്റാതെ പോകുന്നത്. പണ്ടുകാലത്തുള്ള നടന്മാർക്ക് നല്ല എഴുത്തുകൾ കിട്ടിയിരുന്നു, നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമാണിത്. സിനിമയിൽ ശരിക്കും നല്ല മാറ്റങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ പക്ഷേ ഒരു പോപ്പുലർ സിനിമ അറിയുന്ന മട്ടിലൊന്നുമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നവതരംഗ സിനിമകൾ ഉണ്ടായിട്ടുള്ളത് മലയാളത്തിലാണ്. അടൂർ ബാലകൃഷ്ണൻ്റെ സമയത്ത്, അരവിന്ദൻ്റെ സമയത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് മലയാള സിനിമയിലാണ്.
ഡിവൈഎഫ്ഐ മീലിയാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഹൈലു കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ നിർണയവും നടത്തി. ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി പി.കെ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്യാമ്പുകളുടെ ഭാഗമായാണ് മീലിയാട്ട് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ നിർണയവും നടത്തിയത്. ക്യാമ്പിൽ പെരിയാർ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർ റഹീം, ഡോക്ടർ റഫീഖ് തുടങ്ങിയവർ നിരവധി രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ നൽകി. തുടർ ചികിത്സ തേടേണ്ടവരെ കണ്ടെത്തുകയും അതിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി പി.കെ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തവണയും ഹൈലുക്ക് കണ്ണാശുപത്രി ചെറുവത്തൂരിൻ്റെയും ഡിവൈഎഫ്ഐ മീലിയാട്ട് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നേത്ര രോഗ നിർണയ ക്യാമ്പും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് വി. ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം. സുനിൽ സംസാരിച്ചു. ഇനി ഉത്സവ വിശേഷങ്ങൾ. ഉദ്യന്നൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രം പാട്ടോത്സവത്തിന് ശേഷം നടക്കുന്ന തെയ്യോത്സവത്തിന്റെ കലശച്ചമയത്തിനുള്ള ചെക്കിപ്പൂ വരവ് അനുഷ്ഠാനത്തോടെ നടന്നു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്യന്നൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ 9 നാൾ നീണ്ടു നിൽക്കുന്ന പാട്ടോത്സവത്തിന് ശേഷം 11-ാം നാൾ നടക്കുന്ന മതിൽപ്പുറത്തെ തെയ്യോത്സവത്തിന്റെ കലശത്തട്ട് ചമയിക്കുന്നതിനാണ് ഏഴിമലയിൽപ്പെട്ട കുരങ്ങമലയിൽ നിന്ന് ചെക്കിപ്പൂ ശേഖരിച്ച് കാൽനടയായി ഒളവറ മുണ്ടിയിൽ തൊഴുത് ശ്രീരാമൂല്യം കഴകത്തിൽ കുളിച്ചു തൊഴുത് റെയിലോരം വഴി ഉദ്യന്നൂർ നാൽപ്പാടിയുടെ വലിയ വീട് തറവാട്ടിൽ എത്തിച്ചിരിക്കുന്നത്. ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന കലശം ചമയിക്കുന്ന പ്രത്യേക സ്ഥലത്താണ് കീരിക്കോട്ടയിൽ കൊണ്ടുവന്ന ചെക്കിപ്പൂ അടുക്കി വെച്ചിരിക്കുന്നത്. തലേ ദിവസം തന്നെ 24ഓളം പേരാണ് ഉദ്യന്നൂർ തൈവളപ്പ് തറവാട്ടിൽ നിന്നും പൂവിനായി പുറപ്പെട്ടത്. ആദ്യാവസാനം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് പൂവ് ശേഖരണം. രാത്രി പുതിയാറമ്പൻ തെയ്യം പുറപ്പാടോടെ പന്നിച്ചൂട്ടിന്റെ അകമ്പടിയോടെ കലശമെഴുന്നള്ളത്ത് നടക്കും. വടക്കേവാതിൽ ഭഗവതി, പാടാർകുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ 3 തെയ്യക്കോലങ്ങൾക്കും കലശമെത്തിക്കുക എന്ന കർത്തവ്യമാണ് പുതിയാറമ്പൻ തെയ്യത്തിന്റെ നിയോഗം. പന്നിച്ചൂട്ടും ആർപ്പുവിളിയും ചെണ്ടയുടെ അസുരതാളവും അണമുറിയാത്ത ഭക്തജന സഞ്ചയവും കാണേണ്ട കാഴ്ച തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തട്ടാർക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ മുത്തപ്പൻ മടപ്പുരയിൽ എത്തിച്ചേർന്നു. ശനി ഞായർ ദിവസങ്ങളിലായി നടന്നുവന്ന തട്ടാർക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന മുടിവെക്കലും തുടർന്ന് പള്ളിവേട്ടയും നടന്നു. കണ്ണപുരം ചുണ്ടത്തച്ചൻ കണ്ടിയാൽ പുതിയ പകുതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഭക്തിസാന്ദ്രമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കാഴ്ചവരവും നടക്കും. വിഷ്ണുമൂർത്തി, വീരൻ, പുതിയ ഭഗവതി, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സിഒഎ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നു. പയ്യന്നൂരിലെ ഉദ്ഘാടനം താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ രഞ്ജിത്ത് വേവി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാതമംഗലം ജനകീയ ആശുപത്രി പോളിക്ലിനിക് MP ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവനം വ്യവസായമാകുകയാണെന്ന് MP. ഹക്കീം വധം CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതിയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി അപ്പുക്കുട്ട പൊതുവാൾ നീതിയാത്ര ഉദ്ഘാടനം ചെയ്തു.
സി കൃഷ്ണൻ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് ആദരം പരിപാടി സംഘടിപ്പിച്ചു. ഉത്തര മലബാറിലെ പ്രധാന കായലായ കൗവായി കായൽ സംരക്ഷണ പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ. രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്താനായി സർവേകൾ പൂർത്തിയാക്കിയിട്ടും കായൽ അവഗണന നേരിടുകയാണ്. കർഷകർക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകി കശുമാവുകൾ പൂത്തു തുടങ്ങി. നിലവിലെ തെളിഞ്ഞ കാലാവസ്ഥ കർഷകർക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ പൂക്കാലം. നല്ല നടന്മാരെ സൃഷ്ടിക്കുന്നത് രചയിതാക്കളെന്ന് ഡോക്ടർ ബിജു. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ കഴിഞ്ഞു. ഇനി മാറ്റിലയുമായി അശ്വിൻ ശ്രീധരൻ. പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിൽ ക്രൂരമായ നരഹത്യ നടന്നിട്ട് 1 വർഷം തികയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് രാത്രിയുടെ മറവിൽ ഹക്കീം എന്ന മനുഷ്യൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അന്വേഷണങ്ങൾ മാറി മാറി വന്നപ്പോഴും പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അന്വേഷണം CBIക്ക് വിടണമെന്ന് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് മുറവിളി ഉയരുമ്പോഴും അന്വേഷണം CBI ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ട് എന്നതിനുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. ചുട്ടുകരിച്ച സംഭവത്തിലെ പ്രതികൾ ഇപ്പോഴും പയ്യന്നൂരിൽ സൗരവിഹാരം നടത്തുന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ മനസാക്ഷിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കൂ. ഈ സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ സാധിക്കാത്ത പോലീസിനെതിരെ ജനരോഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 1 വർഷം പൂർത്തിയാകുമ്പോഴും പ്രതികളെ പിടികൂടാനാവാത്തത് പയ്യന്നൂരിലെ സമൂഹ മനസാക്ഷിയോട് അധികാരികൾ ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ രൂപത്തിൽ പോയാൽ അത് സമൂഹത്തിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാവും. കാരണം ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുണ്ടാവും. തീർച്ചയായിട്ടും ആ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പലപ്പോഴും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. ശരിക്കും അവർ ഈ കാര്യമായി അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് നടപടികൾക്ക് വിധേയമാക്കണം, കോടതിയിലേക്ക് കൊണ്ടുവരണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ പൗരജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഈ വലിയൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട് ഇത്. കാരണം കയ്യൂക്കുള്ള ആർക്കും എന്തും ചെയ്യാൻ പറ്റും, ആർക്കും ഒന്നും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വരുന്നത് ഒരു നാടിനൊട്ടും ഗുണകരമായ കാര്യമല്ലല്ലോ. അതുപോലെ ഈ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇതൊരു കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് പറഞ്ഞ ഒരു കേസാണിത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഭരണരംഗത്ത് സ്വാധീനം ഉപയോഗിച്ചതോ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ മറ്റു മേലെയുള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഈ കേസ് ഇത്രയധികം നീണ്ടുപോയതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിശക്തമായ രീതിയിൽ ഇനിയെങ്കിലും കൂട്ടായ്മയോടുകൂടി ഒറ്റക്കും തെറ്റക്കുമല്ലാതെ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ചല്ലാതെ യോജിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തുകയും അത് ആരായാലും ശരി, അത് എത്ര വലിയവനായാലും ആ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പ്രതികളെ, ഹക്കീം വധത്തിൻ്റെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഈ വധത്തിന് പിന്നിൽ ഉന്നതമായ കൈകൾ ഉണ്ടെന്നും എൻ്റെ വ്യക്തിപരമായി ഞാൻ അഭിപ്രായപ്പെട്ടു.